കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം EP ജയരാജൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തേക്ക് വരുന്നു. വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് അത് സൃഷ്ടിച്ചത്. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് പോലും EP ജയരാജൻ തൻ്റെ ആത്മകഥയിൽ എഴുതി എന്നതായിരുന്നു ആ വിവാദം. പിന്നീട് കഥകളൊക്കെ മാറിമറിഞ്ഞു. EP ജയരാജൻ സഖാവ് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. ഏറ്റവും ഒടുവിൽ തൻ്റെ യഥാർത്ഥ ആത്മകഥ പുറത്തേക്ക് വരികയാണ്. EP ജയരാജൻ്റെ ആത്മകഥ. ഇതാണ് എൻ്റെ ജീവിതം. മാതൃഭൂമി ബുക്സാണ് ഈ ആത്മകഥ പുറത്തിറക്കുന്നത്. നവംബർ 3-നാണ് അതിൻ്റെ പ്രകാശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ T പത്മനാഭന് നൽകിയാണ് ആ ആത്മകഥ പ്രകാശനം ചെയ്യുക. EP ജയരാജൻ എന്ന നേതാവ് കേരളത്തിൻ്റെ സ്വന്തമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തുറന്ന പുസ്തകവുമാണ്. അതുകൊണ്ട് തന്നെ ആ ആത്മകഥ വായിക്കാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ. ഒട്ടേറെ വിവാദങ്ങൾ അതിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം അത്രയേറെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയ നേതാവാണ് EP ജയരാജൻ. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവനു പോലെ എരിയും സൂര്യൻ. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവനു പോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലു പോലെ എരിയും. ഇങ്ങനൊരു വാർത്ത വന്നു, അതിൻ്റെ ഉറവിടം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ള കാര്യവും എനിക്കറിയാം. ഈ വാർത്ത വന്നപ്പോൾ തന്നെ എനിക്കെൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു. മലനാടതു മിന്നി മിനുങ്ങി മലയാളം പെരുമലയാളം, പല കൂട്ടം പെരുമക്കൂട്ടം പുതുമക്കൂട്ടം. 1950 മെയ് 28-ന് കണ്ണൂരിലെ ഇരിണാവ് ഗ്രാമത്തിൽ EP പാർവതിയമ്മയുടെയും BM കൃഷ്ണൻ നമ്പ്യാരുടെയും മകനായി ഒരു കുഞ്ഞു ജനിക്കുന്നു. ഇരിണാവ് എന്ന ഗ്രാമം ആ കുട്ടിയെ ഒരു കമ്മ്യൂണിസ്റ്റാക്കി. KSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ EP ജയരാജൻ എന്ന തീപ്പൊരി നേതാവ് വളർന്നു. പിന്നീടിങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിലെ അധികാരിൽ ഒരാളായി EP ജയരാജന്റെ തേരോട്ടം. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മന്ത്രിയായും ഇടതുമുന്നണി കൺവീനറായും ദേശാഭിമാനിയുടെ ജനറൽ മാനേജറുമായും ഒക്കെ ചുമതലകൾ ഏറെ വഹിച്ചു. എന്നും വിവാദങ്ങളുടെ തോഴനാണ് EP ജയരാജൻ. EPയെ ലക്ഷ്യം വെച്ച് ഒരുക്കുന്ന തിരക്കഥകളാണ് ആ വിവാദങ്ങൾക്കെല്ലാം കാരണം. അതിന് പിന്നിൽ ആരൊക്കെ? ഇത് EP ജയരാജന് കൃത്യമായി അറിയാം. ഇങ്ങനൊരു വാർത്ത വന്നു, അതിൻ്റെ ഉറവിടം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ള കാര്യവും എനിക്കറിയാം. ഈ വാർത്ത വന്നപ്പോൾ തന്നെ എനിക്കെൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു. കഴുത്തിൽ വെടിയുണ്ടിയും പേറി ജീവിക്കുന്ന സഖാവാണ് EP ജയരാജൻ. ട്രെയിനിൽ വെച്ച് വെടിയേറ്റ EP ജയരാജൻ അത്ഭുതകരമായാണ് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ആ സംഭവം ഉൾപ്പെടെ തൻ്റെ ജീവിതം എല്ലാം തുറന്നുവെക്കുകയാണ് ഈ സഖാവ്. ഇതാണ് എൻ്റെ ജീവിതമെന്ന ആത്മകഥയിലൂടെ EP ജയരാജൻ എല്ലാം പറയുന്നുണ്ട്. മാതൃഭൂമി ബുക്സാണ് EPയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത്. തൻ്റെ ആത്മകഥയെക്കുറിച്ച് EP ജയരാജൻ കണ്ണൂർ വിഷനോട് മനസ്സ് തുറന്നു. യഥാർത്ഥത്തിൽ ഞാനൊരു ആത്മകഥ എഴുതാൻ ആലോചിച്ചതേ അല്ല. പക്ഷേ എൻ്റെ അടുത്ത സഹപ്രവർത്തകരും ഒട്ടനവധി സഖാക്കളും എന്നെ സ്നേഹിക്കുന്ന ഒട്ടനവധി ജനങ്ങളും നിങ്ങളുടെ ജീവചരിത്രം ഒന്ന് എഴുതി രേഖപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ ധരിച്ചിട്ടുള്ളതല്ല, വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു വന്നത്.
രാഷ്ട്രീയ രംഗത്ത് തന്നെ ഒട്ടനവധി വേട്ടയാടലുകൾക്ക് വിധേയനായിട്ടാണ് ഞങ്ങളുടെയൊക്കെ അനുഭവം. ആ നിലയിൽ നിങ്ങളുടെ ആത്മകഥ ഒന്ന് പ്രസിദ്ധീകരിക്കുന്നത് നല്ലതാണ്. പലരും ആത്മകഥ പലരെ കൊണ്ട് എഴുതിപ്പിച്ച് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മകഥ നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കുന്നത് നല്ലതാണ് എന്ന അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതിനെ തുടർന്നാണ് പിന്നീട് ഞാൻ ആലോചിച്ച് ആ പറഞ്ഞതിൽ കുറച്ച് വസ്തുതകളും യാഥാർത്ഥ്യങ്ങളുമുണ്ട്. കാരണം നമ്മളൊക്കെ പ്രായമായി വരികയാണ്. ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തീർച്ചയായും നമ്മളൊന്നും ഉണ്ടാകാൻ സാധ്യതയുള്ളതല്ല. അങ്ങനെ വരുമ്പോൾ നമ്മെക്കുറിച്ച് ഈ കേരളത്തിലുള്ളവർക്ക്, നമ്മുടെ പിൻഗാമികൾക്ക്, ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒരു പുസ്തകം തയ്യാറാക്കുന്നത് നല്ലതാണ് എന്ന് എനിക്കും അഭിപ്രായമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കുറേ കാലമായി എൻ്റെ ആത്മകഥ എഴുതാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. അതിനുവേണ്ടി ഞാൻ എഴുതി വെക്കുന്ന കുറേ കാര്യങ്ങൾ, ഞാൻ ഡയറി എഴുതുന്നൊരു ശീലം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ചെറുപ്പകാലം മുതലുള്ള ഓർമ്മകളാണ് എനിക്കുള്ളത്. ആ ഓർമ്മകളിലുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി അതൊരു പുസ്തക രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള നല്ല ശ്രമം തുടങ്ങി. അതിൻ്റെ ഭാഗമായി കുറേ ഭാഗം എഴുതിയപ്പോഴാണ് എനിക്ക് ഒരാളുടെ സേവനം വേണം, ഇതിൻ്റെ ഭാഷാഭംഗിയും അതുപോലെ തന്നെ വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിൻ്റെ വായനാ രീതികൾ രൂപപ്പെടുത്താനും ഈ രംഗത്ത് പ്രാഗൽഭ്യമുള്ളവരുടെ സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ രംഗത്ത് കഴിയുന്ന പ്രാപ്തരായിട്ടുള്ള 2 പേരെ ഞാൻ കണ്ടെത്തി. അതിലൊരാൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. അവരെല്ലാം പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് അനുഭവമുള്ളവരാണ്. അവരുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആത്മകഥ എഴുതുകയായിരുന്നു. കുറേ ഭാഗം എഴുതും, അതവർ ഏൽപ്പിക്കും. കുറേ കാര്യം അവരുമായിട്ട് സംസാരിക്കും, അതവരെഴുതി എന്നെ കാണിക്കും. ഞാനത് വായിച്ച് വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ തിരുത്തും, അതവർക്ക് കൊടുക്കും. അങ്ങനെ കുറേ ഭാഗം എഴുതി കഴിഞ്ഞു. അപ്പോഴാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തലേ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ, അതിലാണ് ആദ്യം ഈ വാർത്ത വന്നത്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പൂർത്തിയാകാത്ത ആത്മകഥയുടെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം, ആ വിശദീകരണത്തിൻ്റെ തലക്കെട്ട് തന്നെ അവർ എഴുതിയിരിക്കുന്നത് പരിപ്പ് വടയും കട്ടൻ ചായയും പരിപ്പ് വടയും എന്നാണ്. എന്നെ പരിഹസിക്കാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ പ്രസംഗത്തെ ദുർവ്യാഖ്യാനിച്ച് ചില വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളൊരു പദമാണത്. പിന്നീടും അവർ പല കാലഘട്ടങ്ങളിലും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കട്ടൻ ചായയും പരിപ്പോടയും എന്ന തലക്കെട്ടോട് കൂടിയിട്ടുള്ളൊരു പുസ്തകം, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ യഥാർത്ഥത്തിൽ അന്ന് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ചൊക്കെ അതിലുണ്ട്. ആ സ്ഥാനാർത്ഥിക്ക് എതിരായിട്ടുള്ളതാണ് എഴുതിയിട്ടുള്ളത്, സ്ഥാനാർത്ഥി മോശക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ഈ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച്, ആത്മകഥയെക്കുറിച്ച് എഴുതുകയാണ്. എന്ന് മാത്രവുമല്ല, അത് ഞാൻ പത്രം കാണുമ്പോൾ കാണുന്നത്, അത് പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം 10:30 മണിക്ക്, രാവിലെ 10:30 മണിക്ക് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ഈ ഒരു ഓൺലൈനിൽ DC ബുക്സിൻ്റെ ഓൺലൈനിൽ 10:30 മണിക്ക് ഇതിൻ്റെ പ്രകാശനം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വരികയാണ്. അപ്പോൾ ഇങ്ങനൊരു വാർത്ത വന്നു. ആ വാർത്ത ആദ്യം ടൈംസ് ഓഫ് ഇന്ത്യ, ഞാൻ ഈ ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ ഒരു നിലവാരമുള്ള പത്രമെന്നാണ് എൻ്റെയൊക്കെ ധാരണ. നോക്കുമ്പോൾ നിലവാരമില്ലാത്തൊരു പത്രമാണെന്ന് പിന്നീട് മനസ്സിലായി. അതിലാദ്യം കൊടുപ്പിച്ചത് തന്നെ മറ്റ് പത്രങ്ങൾക്കും വാർത്താമാധ്യമങ്ങൾക്കും വാർത്ത കൊടുക്കാനായിരുന്നു. അതാണൊരു പ്ലാൻ. ഇതിൽ വന്നതോടുകൂടി ഒരു ഇംഗ്ലീഷ് പത്രമാണ്, ആ പത്രത്തിൽ ഇങ്ങനൊരു വാർത്ത വന്നു. അതിൻ്റെ ഉറവിടം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ള കാര്യവും എനിക്കറിയാം. ഈ വാർത്ത വന്നപ്പോൾ തന്നെ എനിക്കെൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു. ആ വാർത്ത പിന്നീട് എല്ലാ മാധ്യമങ്ങളിലും വലിയ പ്രാധാന്യത്തോടുകൂടി തെരഞ്ഞെടുപ്പ് ദിവസം പ്രസിദ്ധീകരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്താനാണ്. എന്നിട്ടൊരു ഉദാഹരണം കൂടി പറഞ്ഞു. ഇവിടെ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ VS അച്യുതാനന്ദൻ ഉഞ്ചത്ത് വന്ന് രമയെ കണ്ടതുപോലെ
അപ്പോഴുണ്ടായതുപോലെ ഒരു വലിയ തരത്തിലുള്ള തിരിച്ചടി LDF-നുണ്ടാകും, ഈ തെരഞ്ഞെടുപ്പിനുണ്ടാകും എന്ന നിലയിലൊക്കെയാണ് ഈ വാർത്ത കെട്ടിച്ചമച്ചുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ വാർത്താമാധ്യമങ്ങളിലുമൊക്കെ വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ DC ബുക്സിൻ്റെ ആളെ വിളിച്ചു. DC ബുക്സിൻ്റെ ആളെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം ഷാർജയിലാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, സാറേ എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ നോക്കാം. പിന്നീട് അദ്ദേഹത്തെ കണ്ടില്ല. പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് ഇത് മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ള, കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാർത്തയാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ റാക്കറ്റിനൊരു ഗൂഢാലോചനയാണിത്, ഒരു ആസൂത്രിതമായൊരു പദ്ധതിയാണിത്. പണം കൊടുത്താണ് ഈ DC ബുക്സിലെ ഏതൊരു ജീവനക്കാരനെ കൊണ്ട് ഇത് കൊടുപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ അതിൻ്റെ മേലെ നിയമ നടപടി ആരംഭിച്ചു. ആ നിയമ നടപടി നോട്ടീസ് കൊടുത്തു. അതിൻ്റെ മേലെ പോലീസ് പരാതി കൊടുത്തു. പോലീസ് അന്വേഷണം നടത്തി. അങ്ങനെ വന്നപ്പോൾ അവർ തന്നെ ഈ DC ബുക്സിൻ്റെ ഉടമകൾക്കെതിരെ കോടതി, അവർ മുൻകൂർ ജാമ്യത്തിന് പോയി. കോടതി തന്നെ അവരോട് ചോദിച്ചു, നിങ്ങളെ അധികാരപ്പെടുത്തിയിട്ടില്ലാത്ത, നിങ്ങളുമായിട്ടൊരു ധാരണാപത്രവുമില്ലാത്ത, എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളെങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത്? കോടതി തന്നെ യഥാർത്ഥത്തിൽ അവരെ ശാസിച്ചു. ആ ശാസിച്ചപ്പോൾ അവർക്ക് എല്ലാ പിടിവള്ളികളും പോയി. അവസാനം അവർ വന്ന് മാപ്പ് പറഞ്ഞു, തെറ്റുപറ്റിയതാണ്. ഇത് കൊടുത്തത് അവിടെയുള്ളൊരു ശ്രീകുമാർ എന്ന് പറയുന്ന ജീവനക്കാരനാണ് DC ബുക്സിലെ. അവരെ ഞങ്ങൾ അവിടുന്ന് പുറത്താക്കി കഴിഞ്ഞു. ഇത് വലിയ തെറ്റാണ് ചെയ്തത്, അബദ്ധമാണ് വന്നത്, ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നതിനോട് യോജിപ്പില്ല എന്നൊക്കെ വന്ന് മാപ്പൊക്കെ പറഞ്ഞ് വലിയ തരത്തിലുള്ള ഒരു ഇതാണ് ചെയ്തത്. ഞാൻ പിന്നെ എൻ്റെ നോട്ടീസിൻ്റെ ഫർദർ സ്റ്റെപ്പ് തുടങ്ങിയതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരാൾ വന്ന് തെറ്റു പറയുക, ഏറ്റുപറയുക, മാപ്പ് പറയുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുമായി പിന്നെ കേസിന് പോകുന്നതിൽ ഒരു നഷ്ടപരിഹാരം വാങ്ങുക എന്നുള്ളതൊന്നും എൻ്റെ മുമ്പിൽ, പണം വാങ്ങുക എന്നുള്ളതൊന്നും എൻ്റെ മുമ്പിൽ അധ്യായമില്ല. അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞ്, തെറ്റേറ്റു പറഞ്ഞ് അത് പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന മേഖലകളിലൊക്കെ പ്രസിദ്ധീകരിക്കണമെന്ന് അവരോട് പറഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ മേലെ ഫർദർ ആക്ഷനിലേക്ക് പോയിട്ടില്ല. അതാണ് ഈ ആൽപ്പകഥയുടെ ആദ്യം പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്ന ഭാഗം. ആ പ്രസിദ്ധീകരിച്ചതും ഇതുമായിട്ട് ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങളും അതിൽ കുറേ ഭാഗങ്ങളും അത് ഞാൻ എഴുതിയതാണ്. അത് ഈ DC ബുക്സിൻ്റെ ആളുകളെ കൈവശം എങ്ങനെയോ എത്തി. അവരാണ് യഥാർത്ഥത്തിൽ ഇത് വിറ്റ് പണം വാങ്ങുന്ന നില തന്നെയാണ് സ്വീകരിച്ചത്. ഏതായാലും ഞാൻ എൻ്റെ ആൽപ്പകഥ പൂർത്തീകരിച്ച് അതിപ്പോൾ ഈ നവംബർ മാസം 3-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി അത് പ്രകാശനം ചെയ്യുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മലയാള സാഹിത്യത്തിലെയും ചെറുകഥാ രംഗത്തെയും അതികായകനായിട്ടുള്ള പപ്പേട്ടനെ കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ പ്രകാശനം. ആ പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ നേതാക്കൾ, മറ്റുള്ള സാംസ്കാരിക രംഗത്തുള്ളവരെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ചെറിയ കാലം മുതൽ ഞാൻ വളർന്ന ചുറ്റുപാട്, ആ ചുറ്റുപാടിൽ നിന്ന് ഞാൻ എങ്ങനെ ഒരു ഇടതുപക്ഷക്കാരനായി, കമ്മ്യൂണിസ്റ്റായി, എങ്ങനെ പിന്നീട് പൊതുരംഗത്തേക്ക് വന്നു, എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം മുതൽ ഞാൻ എൻ്റെ നാടാണ് യഥാർത്ഥത്തിൽ എന്നെ ഇതിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. എൻ്റെ നാടിൻ്റെ സംസ്കാരവും സാമൂഹ്യ പശ്ചാത്തലവുമാണ്. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബ പശ്ചാത്തലം ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ഇടത്തരം കുടുംബം, കർഷക കുടുംബം, ഒരു യാഥാസ്ഥിക കുടുംബമാണ്. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് ഞാനെങ്ങനെ കമ്മ്യൂണിസ്റ്റായി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിലെങ്ങനെയാണ് എൻ്റെ ജീവിതം രൂപപ്പെട്ടു വന്നത് എന്നുള്ളതൊക്കെ ഈ വായനക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം പിന്നീട് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിലെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒട്ടനവധി ആക്രമണങ്ങൾ, അതിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം എൻ്റെ പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ അതിൽ വളരെ പ്രകടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ വേട്ടയാടുക എന്നത് ഒരു അജണ്ടയായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് വലിയ പ്രചാരണമായിരുന്നു ജാവേദ്കർ. യഥാർത്ഥത്തിൽ ജാവേദ്കർ ഞാനുണ്ടെന്നറിഞ്ഞിട്ട് പരിചയപ്പെടാൻ ഞാനുള്ള സ്ഥലത്തേക്ക് വന്നതാണ്. അവിടെ വന്ന് 5 മിനിറ്റുള്ളിൽ പരിചയപ്പെട്ട് പിരിഞ്ഞു പോയതാണ്. അവർ തന്നെ എന്നോട് പറയുന്നുണ്ട്, ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു, നിങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ്, ആ നിലയിൽ നിങ്ങളെ പരിചയപ്പെടാൻ വന്നതാണ്. ഞങ്ങൾ രമേശ് ചെന്നിത്തലയെ കണ്ടിട്ടുണ്ട്, എല്ലാ പാർട്ടി നേതാക്കളെയും. അദ്ദേഹം ഇവിടുത്തെ എന്തോ ഒരു ചുമതലക്കാരനായി വന്നതാണ്.
പരിചയപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ ഈ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്, വളരെ സന്തോഷം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിരിച്ചു. അത് 1.5 കൊല്ലത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ഇന്ന് രാവിലെ കണ്ടതുപോലെ ജാവേദ് അക്തറുമായി കൂടിക്കാഴ്ച നടത്തി. എന്നോട് ചോദിച്ചാൽ എനിക്ക് സത്യമല്ലേ പറയാൻ പറ്റൂ. എന്നോട് ചോദിച്ചു നിങ്ങൾ കണ്ടിരുന്നു, ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിരുന്നു. അത് നിഷേധിക്കേണ്ട കാര്യം, കണ്ടിരുന്നു. ഇപ്പോൾ കണ്ടു എന്നല്ല, 1.5 വർഷം മുമ്പാണ് ആ വാർത്തയെടുത്ത് ആ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടൊന്നും മുന്നണിയെയോ പാർട്ടിയോ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം, ഈ വാർത്ത കൊടുക്കുന്നവർക്കും അറിയാം. അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമായി ഹത്യ നടത്തുക, അതിനു വേണ്ടിയിട്ടുള്ളൊരു ആസൂത്രിതമായ നീക്കമാണ്. പിന്നെ നിങ്ങൾക്ക് അതിലൊരു പക്ഷേ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും, എനിക്ക് ഈ BJPയുടെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരു പരിചയവുമില്ല. ഞാനവർ അടുത്ത് കണ്ടിട്ട് പോലുമില്ല. ആകെ അവരടുത്ത് കണ്ടു എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം, ഉമ്മൻചാണ്ടി മരിച്ച ദിവസം കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ആ വലിയ വിശാലമായ സ്റ്റേജിൽ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലം, അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഈ സ്ത്രീയെ കണ്ടു എന്നുള്ളത് ശരിയാണ്. അതിനപ്പുറം ഒരു ബന്ധവുമില്ലാത്ത സ്ത്രീയാണ്. എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത്? ഡൽഹിയിൽ പോയിരിക്കുന്നു, ഹോട്ടലിൽ താമസിച്ചിരിക്കുന്നു, മറ്റേ തൃശ്ശൂരിൽ വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഒരു സ്ത്രീ ഇതൊക്കെ പറഞ്ഞത്? അവരൊക്കെ എങ്ങനെ നേതാവായി? ഇതൊക്കെ ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി മർദ്ദനങ്ങളും ഭീകരാനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ആ ജീവിതാനുഭവങ്ങൾ അതെല്ലാം ഉണ്ടായിട്ട് പോലും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജനസേവനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് ഞാൻ എൻ്റെ ദൗത്യം, രാഷ്ട്രീയ പ്രവർത്തന ദൗത്യം പടിപടിയായി നിർവഹിച്ചു വന്നു. അതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ പാർട്ടിയുടെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വന്നു. അതുപോലെ തന്നെ ഞാൻ കേരളത്തിലെ ഭരണരംഗത്തേക്ക് വന്നു. ഭരണരംഗത്ത് വന്നപ്പോൾ മെച്ചപ്പെട്ട നിലയിൽ കേരളത്തിലെ വ്യവസായ വകുപ്പിനെ മാറ്റി തീർക്കാൻ നല്ല ശ്രമങ്ങൾ നടത്തി. അത് കേരളത്തിലെ വ്യവസായ ലോകം എപ്പോഴും ഓർമ്മിക്കുന്നതാണ്. ആ കാലഘട്ടത്തിൽ തന്നെ എനിക്കെതിരായിട്ട് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അതൊക്കെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. എനിക്ക് മുമ്പ് ഇവിടെ വ്യവസായ മന്ത്രിയായി വന്നിട്ടുള്ളവർ കൈകാര്യം ചെയ്തതിനേക്കാളും ജനാധിപത്യപരമായി ന്യായമായി ഞാൻ കൈകാര്യം ചെയ്തു. ഒരു നിയമനത്തിൻ്റെ പേരിലാണ് എത്ര നേതാക്കന്മാരുടെ UDF നേതാക്കന്മാരുടെ ആളുകളൊക്കെ അവരുടെ എല്ലാ തസ്തികകൾ നിയമിച്ചിട്ടുണ്ട്. എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. ഞാൻ അത്തരത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ പ്രപ്പോസൽ അംഗീകരിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ അതിൽ ഒരു നിയമനത്തിൽ എൻ്റെ ഒരു ബന്ധു അതിലുണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ ഈ മാധ്യമങ്ങൾ മുഴുവൻ എന്താ ചെയ്തത്? അതിലെന്താ ഞാൻ ചെയ്തതല്ല, പൊതുവേ അവർ ആ കമ്മിറ്റി പ്രപ്പോസ് ചെയ്ത് വന്നത് ഞാൻ അംഗീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിൽ വേറെ ആളില്ല. ആ കാര്യത്തെപ്പോലും ഞാനെന്തോ വഴിവിട്ട് നിയമനം നടത്തി, ബന്ധു നിയമനം നടത്തി എന്ന് പറഞ്ഞ് എന്ത് ബഹളമായിരുന്നു ഇവിടെ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഓരോ മന്ത്രിമാരെയും കുറിച്ച് ആലോചിച്ച് നോക്ക്, ഓരോ മന്ത്രിമാരുടെ കാലഘട്ടത്തെ നിശ്ചയിച്ച് നോക്ക്. അതിലെല്ലാം വളരെ ഉയർന്ന നിലവാരം തന്നെയാണ് ഞാൻ പുലർത്തിയത്. അതുകൊണ്ട് ഇതിലും ഞാൻ ഉയർന്ന നിലവാരം പുലർത്തിയതാണ്. പക്ഷേ വേട്ടയാടൽ വളരെ ശക്തമായിരുന്നു. എനിക്കതിലൊക്കെ എന്തൊക്കെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എനിക്ക് തൃശ്ശൂരിൽ ഞാൻ പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അവസരത്തിൽ അവിടെ ശോഭാ സിറ്റിയിൽ എനിക്ക് വീടുണ്ടെന്ന് എഴുതി പ്രചരിപ്പിച്ചവരാണ്. എന്തൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. പിന്നെ ഞാനതിലൊന്നും വലിയ ഗൗരവം കണ്ടില്ല. കാരണം പിണറായി വിജയന് തൃശ്ശൂരിൽ വലിയ ബംഗ്ലാവുണ്ടെന്ന് എഴുതി, എനിക്ക് ശോഭാ സിറ്റിയിൽ വീടുണ്ടെന്ന് എഴുതി. ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ട് പാർട്ടിയെയും പ്രസ്ഥാനത്തെയും തകർക്കാൻ ഒരുപാട് വലിയ ശ്രമങ്ങൾ നടന്നു. അതിനെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ചെറുത്ത് നിന്നുകൊണ്ട് നെഞ്ചുകൊടുകൂടി കരുത്തോടുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. നടന്നു വന്ന വഴികളെക്കുറിച്ചും അതിലൂടെ ഉയർന്നു വന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൽ ഈ നാട് ജനങ്ങൾ, തൊഴിലാളികൾ, കൃഷിക്കാർ, അധ്വാനിക്കുന്ന ജനങ്ങൾ അവർ നൽകിയിട്ടുള്ള പിന്തുണയും കരുത്തുമാണ് എൻ്റെ വിജയം. എന്നെ വേട്ടയാടാൻ തുടങ്ങിയിട്ടുള്ളവർ പലരും ഓരോ പ്രശ്നങ്ങളുടെ വില തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം എൻ്റെ ജീവിതം, ഇന്ന് വരെയുള്ള ജീവിത കാലഘട്ടത്തിൻ്റെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പുസ്തകമാണ്. ജനസേവന രംഗത്ത് ഞാൻ നടത്തിയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പ്രതികരണമാണത്. ഞാൻ നടന്നുപോയ വഴികളെക്കുറിച്ചിട്ടുള്ളൊരു കുറേ ചിത്രീകരണങ്ങളാണ്. ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി നേതാക്കളുമായി ഇടപഴകിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. കുറേ ചിത്രങ്ങളും ഒക്കെയുള്ള ഒരു നല്ല പുസ്തകമാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഏതായാലും ആദ്യമായിട്ട് ഞാനൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുകയാണ്. എനിക്ക് സമയമുണ്ടാകുമ്പോൾ ഇതുപോലെ പുസ്തകങ്ങൾ ഇനിയും എഴുതാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി അത്തരം കാര്യങ്ങൾ കുറേ കൂടി സമയം ചെലവഴിച്ച് പുസ്തകങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും നല്ലൊരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പരിപാടിയിൽ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം
എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ടാകും. ഇടതുപക്ഷ കൺവീനറാകുമ്പോൾ മാറി നിൽക്കുന്നത് വരെയുള്ളതും അതിന് ശേഷമുള്ള കാര്യങ്ങളുമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഏതാണ്ട് ഇതുവരെയുള്ള കാലഘട്ടങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു വിശദീകരണമാണ്. ഈ പുസ്തകം എഴുതുന്ന 2-3 മാസം മുമ്പ് വരെയുള്ള ജീവിത കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ പുസ്തകം. എന്തായാലും വലിയ തോതിലുള്ള ചർച്ചയാണ് ഇ.പി. ജയരാജൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഈ സമസ്ത മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തൊഴിലാളികളായാലും മുതലാളിമാരായാലും എല്ലാവരുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതം. ആ ജീവിതത്തിന് സ്പർശിക്കാത്ത ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ അതൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ വേട്ടയാടുന്നവർക്കും അതുപോലെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയത്തക്ക നിലയിലുള്ളതാണ് എൻ്റെ പുസ്തകത്തിൻ്റെ ചിത്രീകരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പ്രധാനപ്പെട്ടതായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എത്രമാത്രം വേട്ടയാടലുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതാണ് എൻ്റെ ജീവിതം. യഥാർത്ഥം ഇതാണ് എൻ്റെ ജീവിതം. എത്രമാത്രം ആക്ഷേപങ്ങളാണ് മാധ്യമങ്ങളിലൂടെ. ഇനിയൊരു വേട്ടയാടലിന് അവസരം ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലുണ്ടാവുക. വേട്ടയാടുന്നവർ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അവർ നശിക്കുന്നതുവരെ അവർ വേട്ടയാടും. അതിനോടൊന്നും പിന്നെ എനിക്ക് വലിയ പ്രതികരണമില്ല. ഇ.പി. ജയരാജൻ എന്ന സഖാവിന് ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇന്നും അതേ ശരിയായ നയത്തിൻ്റെയും പരിപാടിയുടെയും അടിസ്ഥാനത്തിൽ സംശുദ്ധമായ രാഷ്ട്രീയം. എൻ്റെ മന്ത്രിസ്ഥാന ജീവിതം സംശുദ്ധമാണ്. ഒരാൾക്കും ഒരാക്ഷേപം ഉന്നയിക്കാൻ സാധിക്കില്ല. ആ നിലയിൽ തന്നെ ഞാൻ തുടർന്നു. പക്ഷേ എന്നെ കളങ്കപ്പെടുത്താൻ എത്രമാത്രം പ്രചരണങ്ങളാണ് നടത്തുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം പറയാനുണ്ടോ? ഒരുപക്ഷെ മെസ്സി എന്ന പേര് മാറ്റി പറഞ്ഞു എന്നുള്ള രീതിയിൽ വരെ ഇ.പി. ജയരാജനെതിരെ ട്രോൾ വന്നു. യഥാർത്ഥത്തിൽ എന്നോട് ആ മാധ്യമ പ്രവർത്തകനാണ് ആ പേര് പറയുന്നത്. മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ അതേ വാചകം ഞാനെടുത്ത് ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. അപ്പോഴും എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ പറയുമോ എന്ന് എനിക്കൊരു സംശയം. അത് കുറച്ചുകൂടി യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു ചോദിച്ചു ഫോണിൽ സംസാരിച്ചു അപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് എത്രമാത്രം എടുത്തിട്ടാണ് ഉപയോഗിച്ചത്, എത്രമാത്രം കളങ്കപ്പെടുത്തലായി, എത്രമാത്രം ഡാമേജ് ചെയ്യലായിരുന്നു ഉദ്ദേശം. അതിൻ്റെ പിന്നിലൊക്കെ വലിയ റാക്കറ്റുണ്ട്. വലതുപക്ഷങ്ങൾ പണം വാങ്ങി ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ, ആ ശക്തികളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. ഈ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തെ തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ക്ഷുദ്രജീവികളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളാണ് ഇത്തരം ഒരു വേട്ടയാടലിന് പിന്നിലുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, പുരോഗമന പ്രസ്ഥാനം, എൻ്റെ പാർട്ടി ഇത്തരത്തിലുള്ള എല്ലാ ശക്തികളെയും ചേർത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് കരുത്തും ശക്തിയും നൽകിയിട്ടുണ്ട്. അതാണ് എൻ്റെ ശക്തി. എൻ്റെ പാർട്ടിയാണ് എൻ്റെ കരുത്ത്. ആ കരുത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. ആ കരുത്ത് എല്ലാ കാലഘട്ടങ്ങളിലും എൻ്റെ പാർട്ടി എനിക്ക് തന്നിട്ടുണ്ട്. ഈ വർഗശത്രുക്കൾ, വ്യക്തിഹത്യ നടത്തി പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ, അവർ തകർന്നു പോകും എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇ.പി. ജയരാജൻ എന്നത് നമുക്കറിയാം കരുത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഇ.പി. ജയരാജൻ. ആ കരുത്തിൻ്റെ പ്രതീകമായ ഇ.പി. ജയരാജനെ ഒരു കോമാളിയാക്കി ചിത്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കം ഇതിനിടയിലൊക്കെ നടന്നിട്ടില്ലേ? ആ കരുത്തിനെ ദുർബലപ്പെടുത്താനാണത്. ആ കരുത്തിൻ്റെ പ്രകടിപ്പ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വരുമ്പോൾ അതിനെങ്ങനെ ഡാമേജ് ചെയ്യാം, അതിന് നവമാധ്യമ രംഗത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഇപ്പോൾ തന്നെ നവമാധ്യമ രംഗത്ത് തെറ്റായിട്ടുള്ള ചില വാർത്തകൾ പ്രസിദ്ധീകരിക്കും. ഞാൻ പറഞ്ഞതൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ നവമാധ്യമ രംഗത്ത് ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളുടെ പണം വാങ്ങി അവർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണെന്ന് എനിക്കറിയാം. അവർ വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. എനിക്കെൻ്റെ പാർട്ടിയും കരുത്തും ആ പാർട്ടിയാണ് എൻ്റെ കരുത്ത്. ജനങ്ങളാണ് എൻ്റെ ശക്തി. ആ ജനങ്ങളുള്ളിടത്തോളം കാലം ഞാൻ ശക്തമായി മുന്നോട്ടേക്ക് പോകും. ഈ വെടിയുണ്ട പേറിയാണ് ഇ.പി. ജയരാജൻ സഖാവ് നടക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെതിരെയും വലിയ തോതിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന നേതാവ് അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ പലർക്കും അത് സത്യമാണ് എന്ന് ബോധ്യമാകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടില്ലേ? എല്ലാവർക്കും അതിനു മുമ്പ് തന്നെ സത്യമാണെന്നുള്ള കാര്യങ്ങളെല്ലാം ബോധ്യമാണെന്നറിയാം. അതെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ശത്രുക്കളെ ഉന്മൂലനാശം വരുത്താനുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ്. യഥാർത്ഥത്തിൽ ആ വേട്ടയാടൽ ആ വധശ്രമം ഒന്നാമത്തെ ടാർഗറ്റ് ഞാനല്ല, പിണറായി വിജയനാണ്. പിണറായി വിജയനെ കിട്ടാത്തത് കൊണ്ട് പിന്നെ രണ്ടാമതാണ് എൻ്റെ പേര് 2ാം ലിസ്റ്റിലാണ്. അതാണ് പിന്നെ എനിക്ക് നേരെ വന്നത്.
ആ ട്രെയിനിൽ പിണറായി വിജയൻ ഉണ്ടെന്നാണ് ഈ വന്നിരിക്കുന്ന വാടക കൊലയാളികളുടെ ധാരണ. അദ്ദേഹത്തെ കാണാത്തതുകൊണ്ട് പിന്നീട് രണ്ടാമനായിട്ടില്ല എനിക്ക് നേരെ പ്രയോഗിച്ചെന്നേ ഉള്ളൂ. അതൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളതാണ്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണല്ലോ പുസ്തകത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. വളരെ ചെറിയ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടം മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് മർദ്ദനം, ഗൂണ്ടാമർദ്ദനങ്ങൾ, അതിൻ്റെ ഫലമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അവശതകൾ എല്ലാം അനുഭവിച്ചുകൊണ്ട് ഞാൻ ഈ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നേരിടുന്ന എല്ലാ ശാരീരിക പ്രശ്നങ്ങളും ആ മർദ്ദനത്തിൻ്റെയും ഭീകരതയുടെയും ഭാഗമാണ്. പോലീസ് മർദ്ദനത്തിൻ്റെ ഭീകരതയുടെ ഭാഗമാണ്. വെടിയുണ്ടയുടെ ഭീകരതയുടെ ഭാഗമാണ്. അതെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ജീവിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ബന്ധം അതും ഒക്കെ ഇതിനകത്തുണ്ടാകുമല്ലോ. അദ്ദേഹം യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എൻ്റെ ഒരു കുടുംബാംഗമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിനല്ല എത്രയോ മുമ്പ് തന്നെ അദ്ദേഹവുമായിട്ടുള്ള സ്നേഹ ബഹുമാന ആദരവ് വളരെ അതൊന്നും പറഞ്ഞു പറയിക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഞാനുമൊക്കെ എൻ്റെ കുടുംബമൊക്കെ വളരെ അടുത്ത കുടുംബ ബന്ധമുള്ളവരാണ്. അതൊന്നും വേർതിരിക്കാൻ കഴിയാത്ത കുടുംബാംഗങ്ങളാണ്. ആ ബന്ധങ്ങൾ തന്നെയാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നെയൊക്കെ കൈപിടിച്ചുയർത്താൻ എനിക്ക് വേണ്ട നിർദ്ദേശം നൽകാൻ ഒക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളൽ വന്നിട്ടുണ്ട്? അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവും. ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്കും എൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങളിൽ ഒരു തരത്തിലും ഒരു വിയോജിപ്പുണ്ടായിട്ടില്ല. എതിരാളികളുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം എനിക്ക് നല്ലതുപോലെയുണ്ട്. പക്ഷെ അതിലും വിള്ളലുകളില്ല. ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവരാണെങ്കിൽ പരസ്പരം പറയാനുള്ള രാഷ്ട്രീയം നേരെ പറയും. പക്ഷേ സ്നേഹബന്ധം അവിടെ നിലനിൽക്കും, വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കും, ശക്തമായി പോരാടും, യോഗങ്ങളിൽ ശക്തമായി പ്രസംഗിക്കും. അതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുമ്പോൾ തന്നെ വ്യക്തിഗതമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയും എന്നും ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പല നേതാക്കളും എന്നോടും അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങളും ബഹുമാനങ്ങളും ആദരവും കാണിച്ചിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ വരുമ്പോൾ ഇ.പി. ജയരാജൻ സഖാവ് തളർന്നു പോകാറുണ്ടോ? ഇന്ന് വരെ തകർന്നിട്ടില്ല, തകരാനും പോകുന്നില്ല. ഞാൻ നല്ല കരുത്തോടു കൂടി തന്നെ പോകും. എനിക്ക് ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് തനിക്കെതിരെ മാത്രം ഇങ്ങനെ എന്നുള്ളൊരു ചിന്ത എപ്പോഴെങ്കിലും വരാറുണ്ടോ? എനിക്ക് നേരെ മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, എന്നേക്കാളും എത്ര ക്രൂരമായ ആക്രമണമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ നടക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരെ നടക്കുന്നത്? വല്ല കാര്യമുണ്ടായിട്ടാണോ? വല്ല വസ്തുതയുണ്ടായിട്ടാണോ? ഞാൻ ആശ്വസിക്കുന്നത് അത് കണ്ടിട്ടാണ്. നോക്ക്, മുഖ്യമന്ത്രിക്ക് നേരെ, പിണറായി വിജയന് നേരെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരെ നടക്കുന്ന ആക്രമണം നോക്ക്. അതുമായി താരതമ്യപ്പെടുത്തിയാൽ എൻ്റെത് നിസ്സാരമാണ്, വളരെ നിസ്സാരമാണ്. അദ്ദേഹത്തിൻ്റെ തലക്ക് വില പറഞ്ഞില്ലേ 2 കോടി? ആ അദ്ദേഹത്തെ RSSകാരെ തലക്ക് വില പറഞ്ഞ നേതാവാണ്. അദ്ദേഹത്തെയാണ് പറയുന്നത് RSSുമായിട്ട് ബന്ധം. എങ്ങനെ പറയാൻ കഴിയുന്നു? ഇതൊക്കെ എങ്ങനെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നു? അതുകൊണ്ട് എന്നേക്കാളും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേതാക്കൾ എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു പ്രശ്നമേ ഞാൻ കാണുന്നില്ല. എന്തായാലും കരുത്തോടെ മുന്നോട്ട് പോകാൻ ഈ പാർട്ടി ഒരു ഊർജം തന്നെയാണ്. പാർട്ടിയാണ് എൻ്റെ കരുത്തും ഊർജവും. എൻ്റെ പാർട്ടി സഖാക്കളാണ് എൻ്റെ കരുത്ത്. അവരുടെ എല്ലാം സഹായങ്ങളും പിന്തുണയുമാണ് എൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കുമുള്ളത്. ഇനിയും ആ സഹായങ്ങളും സഹകരണത്തോടു കൂടി ഈ പാർട്ടിയെ കഴിയുന്നത്ര ജീവിത അവസാനം വരെ കരുത്തോടുകൂടി ഈ പാർട്ടിയെ കാത്തുസൂക്ഷിക്കാനും ശക്തിപ്പെടുത്താനും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ദൗത്യം. ഗവർണർ സ്ഥാനം പോലും ഇ.പി. ജയരാജന് വാഗ്ദാനം ചെയ്തിരുന്നു BJP എന്നൊക്കെ അതല്ല ഈ ശത്രുക്കൾ പ്രചരിപ്പിച്ചത്. അവരെന്ത് ഗവർണർ സ്ഥാനം ഊഹിക്കാൻ കഴിയുന്നതാണ്. അതിൽ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഈ പ്രചരിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആളുകളുണ്ട്, അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ഇതെല്ലാം കച്ചവടമാണ്, പണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലെല്ലാം ചില കരാറുകളുണ്ട്, അതാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ജയരാജന് അറിയോ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ? എനിക്കതിൽ കുറേ ഭാഗം അറിയാം, പക്ഷേ ഇപ്പോൾ ഞാനത് വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം വെളിപ്പെടും. അടുത്ത പുസ്തകത്തിൽ അതും വരും. ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം വെളിപ്പെടും. ഞാൻ വെളിപ്പെടുത്തുന്നില്ലെങ്കിലും വെളിപ്പെടും. പാർട്ടിയിൽ നിന്ന് ഉണ്ടോ? പാർട്ടിയിൽ നിന്ന് എനിക്കൊരു ശത്രുക്കളുമില്ല. പാർട്ടി വിരുദ്ധന്മാരാണ്. പാർട്ടി വിരുദ്ധന്മാർ പാർട്ടിയെ തകർക്കാനുള്ള നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണങ്ങൾ. അതെല്ലാം വെളിവാക്കപ്പെടും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും പുസ്തകം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുസ്തകത്തിന് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പുസ്തകം വാങ്ങുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഇ.പി. ജയരാജന് പറയാനുണ്ടാവുക. ഞാൻ വാങ്ങാമെന്ന് ഞാൻ പറയില്ല. അത് ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങളാണ്.
ഇ പി ജയരാജൻ്റെ ഒരു പുസ്തകം കണ്ടാൽ ആരെങ്കിലും വാങ്ങാതിരിക്കും. എൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട്. ആ പ്രകാശനം ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണങ്ങളും ഉണ്ടാകണം, എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം എന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഈ DC ബുക്സിൽ നിന്ന് വ്യത്യസ്തമായി മാതൃഭൂമി ബുക്സിലേക്ക് എത്തുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായത്. DC ബുക്സിനെ ആരും ഏൽപ്പിച്ചിട്ടില്ല, അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഞാൻ അവരുമായിട്ട് ഒരു കരാറുമില്ല. അവരുമായിട്ട് എന്ത് ബന്ധം? DC പോലുള്ള ഇത്രയും പ്രശസ്തമായ ഒരു സ്ഥാപനം ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിൽ വലിയ ഒരു ആരെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടാവില്ല എന്നാണ്. അതിൽ വലിയ തരത്തിലുള്ള പണം കൊടുത്ത് വിലക്കെടുത്ത് ഇത് രാഷ്ട്രീയമായി എനിക്കെതിരെ ഉപയോഗിക്കാനുള്ളൊരു ഒരു വർക്ക് നടന്നു. അത് UDF അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ളൊരു വർക്ക് നടന്നിട്ടുണ്ട്. അതിന് ചില പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതെനിക്ക് ഏതാണ്ട് അതിൻ്റെ ചില വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. DC മാനേജ്മെൻ്റ് അത് അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. DC മാനേജ്മെൻറ്റ് DC ബുക്സിൻ്റെ റിവ്യൂയോട് തന്നെയാണ് ഞാനിത് ചോദിച്ചത്. ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഷാർജയിലായിരുന്നു. അത് എനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെ സംഭവമേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് അദ്ദേഹം പിന്നീട് എനിക്ക് ഒരു ഔചിത്യബോധം കൊണ്ടായിരിക്കും, ഒരു തെറ്റായൊരു നിലപാട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ചെയ്തു എന്നുള്ളത് കൊണ്ടായിരിക്കും പിന്നെ അദ്ദേഹം തിരിച്ചു വിളിച്ചില്ല. പക്ഷേ പിന്നീട് കണ്ടപ്പോൾ ഞാൻ നോട്ടീസ് അയച്ചു, വക്കീൽ നോട്ടീസ് അയച്ചു, പോലീസ് പരാതി കൊടുത്തു. അതൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഇതൊരു കത്ത് തന്നെ ക്ഷമ പറഞ്ഞുകൊണ്ടുള്ള കത്ത് കൊടുത്തു. നേരിട്ട് തന്നെ ഇക്കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നൊരവസ്ഥ സ്വീകരിച്ചു. അപ്പോൾ മാനേജ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഇത് ചില വ്യക്തികളെ പത്രം ഓഫീസിൽ പ്രവർത്തിക്കുന്ന പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് മാനിക്കുലേറ്റ് ചെയ്ത് ഇത്തരൊരു സംഭവം ഉണ്ടാക്കി അത് ബൂസ്റ്റ് ചെയ്ത് അതിലൂടെ രാഷ്ട്രീയ ഇടതുപക്ഷത്തെയും CPM-നെയും തകർക്കുക, അതോടൊപ്പം തന്നെ വ്യക്തിഹത്യ നടത്തുക. ആ വ്യക്തിഹത്യ നടത്തുന്നത് രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളെല്ലാം. എന്തായാലും വലിയ വെളിപ്പെടുത്തലുകൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, എൻ്റെ ജീവിതം ഇതാണ്, അതെനിക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കലാണ് ഈ ലക്ഷ്യം. EP ജയരാജൻ എന്ന നേതാവിൻ്റെ ജീവചരിത്രം, ആത്മകഥ അത് പ്രസിദ്ധപ്പെടുത്തുമ്പോൾ എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. EP ജയരാജൻ ബന്ധപ്പെടാത്ത മേഖലകളില്ല. എല്ലാ വിഭാഗം ജനങ്ങളുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. ആ നിലക്ക് തന്നെ അദ്ദേഹം എന്തു പറയുന്നു എന്ന് എല്ലാവരും കാതോർക്കുകയാണ്. ആ പുസ്തകത്തിനായി കാത്തിരിക്കുകയാണ് കേരളം. മാതൃഭൂമി ബുക്സ് നവംബർ 3-ാം തീയതി മുതൽ നിങ്ങളുടെ കൈകളിലേക്ക് ഇതാണ് എൻ്റെ ജീവിതം എന്ന EP ജയരാജൻ്റെ ആത്മകഥ പുറത്തിറക്കും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.